ഈ റിപ്പോർട്ട് ശരിയല്ല, കണക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ രാജിവെക്കേണ്ടത് സെക്രട്ടറിയും ട്രഷററും ഒക്കെയാണ്. പക്ഷേ അത് അവരും ഉണ്ടാതിരുന്നപ്പോൾ ശ്വേതയ്ക്ക് തോന്നിക്കാണ് ഞാനായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ടത്. ഞാൻ പറഞ്ഞത് അത് ഈ സീനിയേഴ്സായിട്ടുള്ള നടന്മാർ തീരുമാനിക്കണം. അവരിങ്ങനെ മൗനം പാലിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ സംഘടന നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേർക്ക് ആ ആനുകൂല്യങ്ങൾ, പാവപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, പണങ്ങളൊന്നും വലുതായിട്ടില്ലാത്തവർ, അവർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ തുടർന്നും കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് നയിക്കണം. പക്ഷേ അത് നന്നായിട്ട് നയിക്കുന്നവരോട് ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന പെണ്ണുങ്ങളെ 7 തടുപ്പിക്കരുത്. ഇല്ല, ഇപ്പൊ അതാ തുടങ്ങാൻ പോകുന്നത്. കുറ്റാരോപിതരാണ് വീണ്ടും സംഘടനയെ പിടിച്ചടക്കിയിരിക്കുന്നതെന്നാണ്. ഇവര് നേതൃത്വം രാജിവെക്കാൻ കാരണം വീണ്ടും കുറ്റാരോപിതരായ കുറച്ച് ആളുകൾ ഇപ്പോൾ ഈ ഞാൻ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മുമ്പിലത്തെ കമ്മിറ്റി, ഇപ്പോഴത്തെ കമ്മിറ്റി, ഇതിലാരൊക്കെയാണ് ആരോപിതരെന്നത് ഞങ്ങൾക്കൊരു അറിവില്ല. ഞങ്ങൾക്ക് ഈ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളേ ഉള്ളൂ. ഒരു സംഭവം നടന്നാൽ കമ്മിറ്റി അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അല്ലാത്തവർക്കൊക്കെ ഒരു കത്തയച്ചുകൂടെ ഇവർക്ക്. അപ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മ, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാലേ. അങ്ങനെ ഒരു ഇടപാടില്ല ഇവിടെ.